ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിന്റെ കഴിഞ്ഞ വർഷത്തെ ടേം 1 ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യണം. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ചോദ്യം എ, റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ പിക്ചർ. റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ പിക്ചർ. തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് 2 ഫുഡ് ചെയിൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ഉണ്ടെന്നൊന്ന് നോക്കാം. ക്രെയിൻ, കിങ്ഫിഷർ, ഡ്രാഗൺ ഫ്ലൈ, സ്നേക്ക്, ക്രോക്കഡൈൽ, ഫ്രോഗ്, ഫിഷ്, ബട്ടർഫ്ലൈ. ഈ ജീവികളെയൊക്കെ നമുക്ക് ഈ പടത്തിന്റെ അകത്ത് കാണാം. എ ചോദ്യം നോക്കാം. റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ പിക്ചർ. റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ പിക്ചർ. പിക്ചറിൽ നിന്ന് 2 ഫുഡ് ചെയിൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്ന്, വാട്ടർ പ്ലാന്റ്സ്, ഫിഷ്, കിങ്ഫിഷർ. വാട്ടർ പ്ലാന്റ്സ്, ഫിഷ്, കിങ്ഫിഷർ. വാട്ടർ പ്ലാന്റ്സിനെ ഫിഷ് തിന്നും, ഫിഷിനെ കിങ്ഫിഷർ തിന്നും. അതാണ് ഒരു ഫുഡ് ചെയിൻ. ഇനി രണ്ടാമത്തെ ഫുഡ് ചെയിൻ, വാട്ടർ പ്ലാന്റ്സ്, ഫിഷ്, സ്നേക്ക്. വാട്ടർ പ്ലാന്റ്സ്, ഫിഷ്, സ്നേക്ക്. വാട്ടർ പ്ലാന്റ്സിനെ ഫിഷ് തിന്നും, ഫിഷിനെ സ്നേക്ക് തിന്നും. ഈ 2 ഫുഡ് ചെയിനും ഒന്ന് പഠിച്ചു വെക്കുക. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ഈച്ച് ഓഫ് ദ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടൺ? ടു വിച്ച് കാറ്റഗറി ഡു ദിസ് ലിങ്ക് ബിലോങ്സ്? വിച്ച് ഓർഗാനിസം ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ഈച്ച് ഓഫ് ദ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടൺ? ടു വിച്ച് കാറ്റഗറി ഡു ദിസ് ലിങ്ക് ബിലോങ്സ്? നമ്മൾ എഴുതിയ 2 ലിങ്കിലും ആദ്യം വന്നിരിക്കുന്ന ഓർഗാനിസം ഏതാണ്, അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ എഴുതിയിരിക്കുന്ന 2 ലിങ്കിലും ആദ്യം വന്നിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ്, അതായത് അക്വാട്ടിക് പ്ലാന്റ്സ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വാട്ടർ പ്ലാന്റ്സ്. രണ്ടാമത് ഏത് കാറ്റഗറിയിൽ പെടുന്നു, അവര് പ്രൊഡ്യൂസേഴ്സ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസർ കാറ്റഗറിയിൽ പെടുന്നതാണ് ഗ്രീൻ പ്ലാന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ സി, ഒബ്സർവ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ച് കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 നോക്കാം. ആന്തോസയാനിൻ ഈസ് ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് യെല്ലോ കളർ ടു യെല്ലോ നീരിയം ഫ്ലവർ. ആന്തോസയാനിൻ ഈസ് ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് യെല്ലോ കളർ ടു യെല്ലോ നീരിയം ഫ്ലവർ. 2. സാന്തോഫിൽ ഈസ് ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് ഓറഞ്ച് കളർ ടു carrot. Xanthophyll is the pigment which gives orange color to carrot. 3. Anthocyanin gives red color to red rose. Anthocyanin gives red color to red rose. 4. Xanthophyll gives yellow color to marigold. Xanthophyll gives yellow color to marigold. ഇനി എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് ഉണ്ട്. 1 and 2 are correct. 2 and 3 are correct. 3 and 4 are correct. 1 and 4 are correct. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കളർ, പിഗ്മെന്റ്. ഓരോ കളറും വരുന്നതിന്റെ കാരണം ഓരോ പിഗ്മെന്റ് ആണ്. അത് ആ ബോക്സ് നല്ലപോലെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. റെഡ് കളർ. ഒരു പൂവിന് റെഡ് കളർ ഉണ്ടാകുന്നതിന്റെ കാരണം ആന്തോസയാനിൻ എന്നുള്ള പിഗ്മെന്റ് കൊണ്ടാണ്. ആന്തോസയാനിൻ. അപ്പൊ റെഡ് കളർ ഉണ്ടാകാൻ കാരണം ആന്തോസയാനിൻ എന്നുള്ള പിഗ്മെന്റ്. ഇനി ഓറഞ്ച് കളർ ഉണ്ടാകാൻ കാരണം കരോട്ടിൻ. ഓറഞ്ച് കളർ ആണെങ്കിൽ കരോട്ടിൻ എന്നുള്ള പിഗ്മെന്റ് കൊണ്ടാണ്. ഇനി യെല്ലോ കളർ ആണെങ്കിൽ സാന്തോഫിൽ. യെല്ലോ കളർ സാന്തോഫിൽ. അപ്പൊ റെഡ് കളർ ആന്തോസയാനിൻ, ഓറഞ്ച് കളർ കരോട്ടിൻ, യെല്ലോ കളർ സാന്തോഫിൽ. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആന്തോസയാനിൻ ഈസ് ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് യെല്ലോ കളർ ടു യെല്ലോ നീരിയം ഫ്ലവർ. മഞ്ഞ അരളിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്നത് ആന്തോസയാനിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ പഠിച്ചു യെല്ലോ ഫ്ലവറിന് യെല്ലോ പിഗ്മെന്റ് ആയിട്ടുള്ള സാന്തോഫിലാണ് മഞ്ഞ നിറം നൽകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആന്തോസയാനിൻ അല്ല. യെല്ലോ ഫ്ലവറിന് യെല്ലോ നിറം നൽകുന്നത് സാന്തോഫിലാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാന്തോഫിൽ ഈസ് ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് ഓറഞ്ച് കളർ ടു ക്യാരറ്റ്. ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് സാന്തോഫിൽ എന്നുള്ള പിഗ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിൻ എന്നുള്ള പിഗ്മെന്റ് ആണ്. കരോട്ടിൻ എന്നുള്ള പിഗ്മെന്റ് ആണ് ഓറഞ്ച് കളർ നൽകുന്നത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ഇവിടെ തെറ്റാണ്.
മൂന്നാമത്തെ സെന്റൻസ് ആന്തോസയാനിൻ ഗീവ്സ് റെഡ് കളർ ടു റെഡ് റോസ്. ആന്തോസയാനിൻ ഗീവ്സ് റെഡ് കളർ ടു റെഡ് റോസ്. അത് ശരിയാണ്. ആന്തോസയാനിൻ എന്നുള്ള പിഗ്മെന്റ് ആണ് റെഡ് കളർ കൊടുക്കുന്നത്. അപ്പൊ ചുവന്ന റോസാപ്പൂവിന് റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ എന്നുള്ള പിഗ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സാന്തോഫിൽ ഗീവ്സ് യെല്ലോ കളർ ടു മാരി ഗോൾഡ്. സാന്തോഫിൽ ഗീവ്സ് യെല്ലോ കളർ ടു മാരി ഗോൾഡ്. ചെണ്ടുമല്ലിക്ക് മഞ്ഞ നിറം നൽകുന്ന പിഗ്മെന്റ് സാന്തോഫിൽ എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സാന്തോഫിൽ ഗീവ്സ് യെല്ലോ കളർ ടു മാരി ഗോൾഡ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് 3ഉം 4ഉമാണ് ശരി. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് വന്നാൽ 3ഉം 4ഉം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പൊ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലെ എ പാർട്ട് നോക്കാം. എ റെഡ് സ്പിനാച്ച് ഈസ് എ പ്ലാന്റ് ദാറ്റ് പെർഫോംസ് ഫോട്ടോസിന്തസിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് എ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു റെഡ് സ്പിനാച്ച്, ഒരു ചുവന്ന ചീരയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. എ ഓപ്ഷൻ നോക്കുക. ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? വൈ? ഈ ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? ആൻസർ യെസ്, ഐ എഗ്രി. റെഡ് സ്പിനാച്ച് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ, so it performs photosynthesis. Red spinach contains chlorophyll, so it performs photosynthesis. റെഡ് സ്പിനാച്ചിൽ, ചുവന്ന ചീരയിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം ഡിസൈൻ ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു എക്സ്പെരിമെന്റിലൂടെ റെഡ് സ്പിനാച്ചിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാം. ആൻസർ കീപ് ദ റെഡ് സ്പിനാച്ച് പ്ലാന്റ് ഇൻ സൺലൈറ്റ്. കീപ് ദ റെഡ് സ്പിനാച്ച് പ്ലാന്റ് ഇൻ സൺലൈറ്റ്. പ്ലക്ക് എ ലീഫ് ആൻഡ് ബോയിൽ ഇറ്റ് ഇൻ വാട്ടർ. പ്ലക്ക് എ ലീഫ് ആൻഡ് ബോയിൽ ഇറ്റ് ഇൻ വാട്ടർ. ബോയിൽ ഇറ്റ് ഇൻ ആൽക്കഹോൾ ടു റിമൂവ് ദ കളർ. ബോയിൽ ഇറ്റ് ഇൻ ആൽക്കഹോൾ ടു റിമൂവ് ദ കളർ. വാഷ് ദ ലീഫ് ആൻഡ് ആഡ് അയോഡിൻ സൊല്യൂഷൻ. Wash the leaf and add iodine solution. The leaf turns blue-black, showing starch is present. The leaf turns blue-black, showing starch is present. This proves photosynthesis has taken place. This proves photosynthesis has taken place. ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഒന്ന് പറയാം. ചുവന്ന ചീരച്ചെടിയെ സൂര്യപ്രകാശത്തിൽ വെക്കുക. ഒരു ഇല പറിച്ച് വെള്ളത്തിൽ തിളപ്പിക്കുക. അതിനുശേഷം ആൽക്കഹോളിൽ തിളപ്പിച്ച് നിറം നീക്കുക. ഇല കഴുകി അയോഡിൻ സൊല്യൂഷൻ ചേർക്കുക. ഇല നീല കറുപ്പ് നിറമാകും. ഇത് സ്റ്റാർച്ച് ഉണ്ടെന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ അന്നജമുണ്ടെന്ന് കാണിക്കുന്നു. അതിനാൽ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം നടന്നതായി തെളിയുന്നു. ഇതാണ് ഇതിന്റെ മലയാളം മീനിങ്. നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. എ ബി സി ഡി തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 3 and 4 ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 4 ഈസ് ട്രൂ. ഇതിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ്സ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ശ്വസന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ്സ് റിലീസ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ശ്വസന സമയത്ത് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ്സ് റിലീസ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും റെസ്പിറേഷൻ സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും റെസ്പിറേഷൻ സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിലേതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ നാലാമത്തെ ഓപ്ഷൻ ആണ് ശരി. Plants take in carbon dioxide during photosynthesis and take in oxygen during respiration. ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും റെസ്പിറേഷൻ ശ്വസന സമയത്ത് പ്ലാന്റ്സ് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 4 ഈസ് ട്രൂ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്റ്റേറ്റ്മെന്റ് 4 ഈസ് ട്രൂ.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22-ൽ ഒരു പടം തന്നിട്ടുണ്ട്. ഡേയിലും നൈറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഡേയിൽ റെസ്പിറേഷൻ ഫോട്ടോസിന്തസിസ് എങ്ങനെ നടക്കുന്നു, നൈറ്റിൽ റെസ്പിറേഷൻ എങ്ങനെ നടക്കുന്നു, അതൊന്ന് നോക്കാം. ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട വരത്തില്ല. ഒരു ചെടിയിൽ പകൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒരുമിച്ച് നടക്കുന്നു. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒരുമിച്ച് നടക്കുന്നു. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കും. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റ് കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് എടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കും. അതിലൂടെ ആഹാരം ഉണ്ടാക്കിയിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടും. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അതേസമയം ശ്വസനം നടക്കുമ്പോൾ, റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജനെ അകത്തേക്ക് സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ പകൽ ഈ രണ്ട് പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കാൻ നേരം കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തോട്ട് വിടുകയും, ശ്വസനം നടക്കുമ്പോൾ, റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. രാത്രി സമയത്ത് റെസ്പിറേഷൻ മാത്രം നടക്കുന്നുള്ളൂ. അപ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ശ്വസന സമയത്ത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 4 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 4 ഈസ് ട്രൂ. ഇനി ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2B, ഒബ്സർവ് ദ പിക്ചേഴ്സ്. തന്നിരിക്കുന്ന പിക്ചർ നോക്കി അത് ഏതാണെന്ന് മനസ്സിലാക്കാം. Picture 1, Cascuta. Picture 2, Vanda. Picture 3, Loranthus. All the plants shown in the picture grow depending on other plants. ഈ മുകളിൽ തന്നിരിക്കുന്ന ഓരോ ചെടിയും മറ്റുള്ള ചെടികളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. Question number A, identify and name the plants. Which among these are semi-parasite, total parasite and epiphyte? തന്നിരിക്കുന്ന ചെടികളുടെ പേര് എഴുതുക. ഇത് സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്, എപ്പിഫൈറ്റ് എന്നിങ്ങനെ ഇതിനെ വേർതിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 23-24 എപ്പിഫൈറ്റ്, സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇതൊന്ന് ചുരുക്കിയൊന്ന് നോക്കാം. എപ്പിഫൈറ്റ്, മറ്റൊരു സസ്യത്തിന്റെ മുകളിൽ താങ്ങായി വളരുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. മറ്റൊരു സസ്യത്തിന്റെ മുകളിൽ താങ്ങായി വളരുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം എടുക്കാതെ സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കുന്നു. ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം എടുക്കാതെ സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കുന്നു. 2, സെമി പാരസൈറ്റ്, സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കുകയും എന്നാൽ വെള്ളവും ധാതു ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് സെമി പാരസൈറ്റ്. സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കുകയും എന്നാൽ വെള്ളവും ധാതു ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് സെമി പാരസൈറ്റ്. ടോട്ടൽ പാരസൈറ്റ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരവും വെള്ളവും ധാതു ലവണങ്ങളും മുഴുവൻ ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സസ്യങ്ങളാണ് ടോട്ടൽ പാരസൈറ്റ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരവും വെള്ളവും ധാതു ലവണങ്ങളും മുഴുവൻ ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സസ്യങ്ങളാണ് ടോട്ടൽ പാരസൈറ്റ്. ഒന്നാമത്തെ പിക്ചറിൽ കാസ്ക്യൂട്ട ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. കാസ്ക്യൂട്ടയ്ക്ക് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ആഹാരം, വെള്ളം, ധാതു ലവണങ്ങൾ എല്ലാം ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കും. അതുകൊണ്ട് കാസ്ക്യൂട്ട ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. രണ്ടാമത്തെ പിക്ചറിൽ തന്നിരിക്കുന്നത് വാണ്ട ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് മരത്തിന്റെ മുകളിൽ വളരുന്നു. വാണ്ട മരത്തിന്റെ മുകളിൽ വളരുന്നു, എന്നാൽ മരത്തിൽ നിന്ന് ആഹാരം എടുക്കുന്നില്ല. സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കും. മരത്തെ താങ്ങായി മാത്രം ഉപയോഗിക്കും. വാണ്ട മരത്തെ താങ്ങായി മാത്രം ഉപയോഗിക്കും. സ്വന്തം ആഹാരം സ്വയം നിർമ്മിക്കും. അതുകൊണ്ട് ഇതിനെ എപ്പിഫൈറ്റ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ തന്നിരിക്കുന്നത് ലൊറാന്തസ് ആണ്. ലൊറാന്തസ് അത് സെമി പാരസൈറ്റ് ആണ്. ലൊറാന്തസിന് പച്ച ഇലകളുണ്ട്, അതിനാൽ സ്വയം ആഹാരം നിർമ്മിക്കും. പക്ഷേ വെള്ളവും ധാതു ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കും. അതുകൊണ്ട് ഇതിനെ സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാത സസ്യം എന്ന് വിളിക്കുന്നു. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വാണ്ട. ഒബ്സർവ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വാണ്ട. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the thick roots of the vanda help it to cling on to the tree. The thick roots of the vanda help it to cling on to the tree.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ സ്മോൾ റൂട്ട്സ് ഓഫ് ദ വാണ്ട ഡു നോട്ട് ഹെൽപ്പ് ഇറ്റ് ടു അബ്സോർബ് മോയിസ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ദ സ്മോൾ റൂട്ട്സ് ഓഫ് ദ വാണ്ട ഡു നോട്ട് ഹെൽപ്പ് ഇറ്റ് ടു അബ്സോർബ് മോയിസ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഈ രണ്ട് സെന്റൻസും ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വാണ്ടയുടെ കട്ടിയുള്ള വേരുകൾ മരത്തിൽ ഉറച്ചു പിടിച്ചു വളരാൻ സഹായിക്കുന്നു. വാണ്ടയുടെ കട്ടിയുള്ള വേരുകൾ മരത്തിൽ ഉറച്ചു പിടിച്ചു വളരാൻ സഹായിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വാണ്ടയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാണ്ടയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ശരി. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. അതായത് ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. ക്വസ്റ്റ്യൻ സി, even though Loranthus has green leaves, why it is called a semi-parasite? Even though Loranthus has green leaves, why it is called a semi-parasite? പച്ച ഇലകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ലൊറാന്തസിനെ ഒരു സെമി പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്? ആൻസർ, Loranthus has green leaves, so it can prepare its own food by photosynthesis. Loranthus has green leaves, so it can prepare its own food by photosynthesis. ലൊറാന്തസിന് പച്ച ഇലകൾ ഉള്ളതിനാൽ ഫോട്ടോസിന്തസിസ് അതായത് സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നു. ബട്ട് ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ബിക്കോസ് ഇറ്റ് കനോട്ട് അബ്സോർബ് ഇനഫ് ഓഫ് ദം ബൈ ഇറ്റ് സെൽഫ്. But it absorbs water and minerals from the host plant because it cannot absorb enough of them by itself. എന്നാൽ ആവശ്യത്തിന് വെള്ളവും ധാതു ലവണങ്ങളും സ്വയം ആഗിരണം ചെയ്യാൻ കഴിയാത്തതിനാൽ അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. എന്നാൽ ആവശ്യത്തിന് വെള്ളവും ധാതു ലവണങ്ങളും സ്വയം ആഗിരണം ചെയ്യാൻ കഴിയാത്തതിനാൽ അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. Therefore, it is called a semi-parasite. അതുകൊണ്ടാണ് അതിനെ സെമി പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എ പാർട്ട് നോക്കാം. എ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഈസ് ഗിവൺ ബിലോ. ക്ലാസിഫൈ ദീസ് ഡിസീസസ് അപ്രോപ്രിയേറ്റ്ലി. താഴെ കുറച്ച് ഡിസീസസിന്റെ പേര് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പേര് നോക്കാം. ട്യൂബർകുലോസിസ്, ക്യാൻസർ, ടൈഫോയിഡ്, ലെപ്രസി, ഹെഡേക്ക്, ഡയബറ്റിസ്, ടൂത്ത്-ഏക്ക്. Tuberculosis, cancer, typhoid, leprosy, headache, diabetes, toothache. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന രണ്ട് ഹെഡിലായിട്ട് നമുക്ക് ഈ അസുഖങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ട്യൂബർകുലോസിസ്, ടൈഫോയിഡ്, ലെപ്രസി. ട്യൂബർകുലോസിസ്, ടൈഫോയിഡ്, ലെപ്രസി. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ക്യാൻസർ, ഡയബറ്റിസ്, ഹെഡേക്ക്, ടൂത്ത്-ഏക്ക്. ക്യാൻസർ, ഡയബറ്റിസ്, ഹെഡേക്ക്, ടൂത്ത്-ഏക്ക്. ബി ക്വസ്റ്റ്യൻ, write different measures to prevent the breeding of mosquitoes. Write different measures to prevent the breeding of mosquitoes. കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങൾ എഴുതുക. കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങൾ എഴുതുക. 1. Do not allow water to stagnate around the house. Do not allow the water to stagnate around the house. വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 2. Keep surroundings clean. Keep surroundings clean. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. 3. Cover water storage containers. Cover water storage containers. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ മൂടി വെക്കുക. 4. Clean drains and water tanks regularly. Clean drains and water tanks regularly. ഓടകളും വെള്ള ടാങ്കുകളും പതിവായി വൃത്തിയാക്കുക. ഓടകളും വെള്ള ടാങ്കുകളും പതിവായി വൃത്തിയാക്കുക. Question C. Examine the following statement and its reason. Choose the correct answer. Examine the following statement and its reason. Choose the correct answer. Statement: tetanus is a disease transmitted through food and water. Tetanus is a disease transmitted through food and water. Reason: the wounds on the body come into contact with polluted water. The wounds on the body come into contact with polluted water.
ടെറ്റനസ് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗമാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത്. റീസൺ, ശരീരത്തിലെ മുറിവുകൾ മലിനമായ വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നു. ഇതാണ് സ്റ്റേറ്റ്മെന്റും റീസണും. ഇതിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടെറ്റനസ് ഇസ് എ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് തെറ്റാണ്. ടെറ്റനസ് ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗമല്ല. ടെറ്റനസ് ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ പ്രവേശിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. അപ്പൊ റീസൺ ശരിയും സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. ഇതിൽ നിന്നുള്ള ഓപ്ഷൻസിൽ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. സി ആണ് ആൻസർ, സി. ഫോർത്ത് ക്വസ്റ്റ്യനിലെ എ പാർട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എ, മെനി ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സോയിൽ ആൻഡ് പൊല്യൂട്ടഡ് വാട്ടർ. What are the precautions to be taken to prevent this transmission? ഒരുപാട് അസുഖങ്ങൾ മണ്ണിലൂടെയും മലിനമായ വെള്ളത്തിലൂടെയും പകരുന്നുണ്ട്. ഈ രോഗങ്ങൾ പകരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. നമുക്കിതിന്റെ ആൻസർ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 33 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിന്റെ ഉത്തരവുണ്ട്. നമുക്ക് നോക്കാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. സീവേജ് എന്ന് പറഞ്ഞാൽ പൊല്യൂട്ടഡ് വാട്ടർ തന്നെയാണ്. ആൻസർ, യൂസ് ഫുഡ്വെയർ. യൂസ് ഫുഡ്വെയർ, ചെരുപ്പോ ഷൂസോ ധരിക്കുക. 2, പ്രിവെന്റ് വൂണ്ട്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. പ്രിവെന്റ് വൂണ്ട്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. ശരീരത്തിലുള്ള മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. 3, വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. കയ്യും കാലും മലിനമായാൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. കയ്യും കാലും മലിനമായാൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ബി പാർട്ടിലോട്ട് പോകാം. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് only among humans but also among other animals and plants. Write 2 communicable diseases each that affect animals and plants. മനുഷ്യരിൽ മാത്രമല്ല മറ്റു മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗങ്ങൾ പകരാം. മൃഗങ്ങളെ ബാധിക്കുന്ന 2 പകർച്ചവ്യാധികളുടെയും സസ്യങ്ങളെ ബാധിക്കുന്ന 2 പകർച്ചവ്യാധികളുടെയും പേരെഴുതാനാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 33 2-3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ആൻസർ നോക്കാം. മൃഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കാം ആദ്യം. 1, ലംബി സ്കിൻ ഡിസീസ്. ലംബി സ്കിൻ ഡിസീസ് കന്നുകാലികളിൽ ഉണ്ടാകുന്ന ഒരു മുഴ രോഗമാണ്. അവരുടെ തൊലിയുടെ പുറത്തായിട്ട് ഒരു വൈറസ് ബാധിച്ച് ഇങ്ങനെ മുഴകൾ ഉണ്ടാകുന്നു. സ്ക്രീനിൽ അതിന്റെ പടം കാണിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. 2, ആഫ്രിക്കൻ സ്വൈൻ ഫീവർ. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ആഫ്രിക്കൻ പന്നിപ്പനിയാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ. 3, ബേർഡ് ഫ്ലൂ. 3, ബേർഡ് ഫ്ലൂ പക്ഷിപ്പനി. കോഴി, താറാവ് തുടങ്ങിയ പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനി. ഇനി പ്ലാന്റ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ നോക്കാം. പേജ് നമ്പർ 34 3 പടം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ് നെല്ലിലെ തവിട്ട് നിറമുള്ള ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം എന്ന് പറയും നെല്ലില്. ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. 2, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ് ആണ്. മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ് ഇലകളിൽ പച്ചയും മഞ്ഞയും കലർന്ന പുള്ളികൾ കാണുന്ന ഒരു വൈറസ് രോഗമാണ് മൊസൈക്ക് ഡിസീസ്. 3, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് തെങ്ങിന്റെ മുകളിൽ കൂമ്പിന്റെ ഭാഗം ചീഞ്ഞു പോകുന്ന രോഗമാണ്. കൂമ്പ് ചീയൽ എന്ന് പറയും. അതാണ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെച്ചാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ സി, ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ. വേരിയസ് ഡിസീസസ് ആൻഡ് ദ ട്രാൻസ്മിഷൻ വേസ് ആർ ലിസ്റ്റഡ് ഹിയർ. തന്നിരിക്കുന്ന ഡിസീസസും ട്രാൻസ്മിഷൻ വേസുമാണ്. അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിസീസസ് നോക്കാം. 1, ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ക്ഷയരോഗം. 2, ലെപ്രസി. ലെപ്രസി കുഷ്ഠരോഗം. 3, ഡെങ്കി ഫീവർ ഡെങ്കിപ്പനി. 4, വേം ഇൻഫെസ്റ്റേഷൻ വിരബാധ. ട്രാൻസ്മിഷൻ വേസ് ത്രൂ മൊസ്കിറ്റോസ്, ത്രൂ ദ എയർ, ത്രൂ ദ സോയിൽ, ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ്. ഇനി കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യാം. ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ത്രൂ ദ എയർ. ത്രൂ ദ എയർ ട്യൂബർകുലോസിസ് പകരുന്നത് ത്രൂ ദ എയർ. 2, ലെപ്രസി. ലെപ്രസി. ലെപ്രസി പകരുന്നത് ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ്. ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ്.
3. ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി പകരുന്നത് ത്രൂ മോസ്കിറ്റോസ്. 4. വേം ഇൻഫെസ്റ്റേഷൻ, വിരബാധ പകരുന്നത് ത്രൂ ദ സോയിൽ. ഇതിൽ എ ബി സി ഡി എന്നുള്ളതിൽ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ട്യൂബർകുലോസിസ് ത്രൂ ദ എയർ, ലെപ്രസി ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ്, ഡെങ്കി ഫീവർ ത്രൂ മോസ്കിറ്റോസ്, വേം ഇൻഫെസ്റ്റേഷൻ ത്രൂ ദ സോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4B. അതിൽ എ പാർട്ട് നോക്കാം. ഇൻ ആൻ ഏരിയ 2 children were affected by a communicable disease. Both of them can't take medicines for disease, but one of them got it worse. Why do you think the disease becomes severe in one child? ഒരു പ്രദേശത്ത് 2 കുട്ടികൾക്ക് ഒരു പകർച്ചവ്യാധി ബാധിച്ചു. ഇരുവരും മരുന്ന് കഴിച്ചില്ല. എന്നാൽ ഒരു കുട്ടിക്ക് രോഗം കൂടുതൽ ഗുരുതരമായി. ഒരു കുട്ടിക്ക് മാത്രം രോഗം കൂടുതൽ ഗുരുതരമായത് എന്തുകൊണ്ട് എന്നാണുള്ള ചോദ്യം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 35 ഇമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ നോക്കാം. The disease became severe because the child has low immunity. A healthy child with strong immunity can fight the disease better. The disease becomes severe because the child has low immunity. A healthy child with strong immunity can fight the disease better. ആ കുട്ടിയുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറവായിരുന്നതിനാലാണ് രോഗം കൂടുതൽ ഗുരുതരമായത്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കുട്ടിക്ക് രോഗത്തെ കൂടുതൽ നന്നായി ചെറുക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ ബി. Conjunctivitis is a disease transmitted through contact with an infected person. What are the precautions to prevent disease that spread through contact? Conjunctivitis, കണ്ണ് ചുവക്കൽ, രോഗബാധിതരുമായി സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ്. രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. 2. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. 3. ഡു നോട്ട് ഷെയർ ടവൽസ്, ഹാൻഡ്കർച്ചീഫ്സ് ഓർ അതർ പേഴ്സണൽ ഐറ്റംസ്. തൂവാല പോലെ വ്യക്തിപരമായ സാധനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. കീപ് യുവർ സെൽഫ് ആൻഡ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. ഇതിലേതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതിയാവും. ക്വസ്റ്റ്യൻ നമ്പർ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്? നല്ല ഹാബിറ്റ് അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്, hands are washed only after meals. ഭക്ഷണത്തിന് ശേഷം മാത്രം കൈകൾ കഴുകുക. 2. ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. നെവർ സ്പീറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. ഓഫൺ ഈറ്റ് ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ. തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം പലപ്പോഴും കഴിക്കുക. ഇതിൽ ഏതാണ് നല്ല ഹാബിറ്റ് അല്ലാത്തത്, ഗുഡ് ഹാബിറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 1 and 4. ഹാൻഡ്സ് ആർ വാഷ്ഡ് ഓൺലി ആഫ്റ്റർ മീൽസ്, അത് തെറ്റാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, കൈകൾ ഭക്ഷണത്തിന് മുൻപും ശേഷവും കഴുകണം. 4. ഓഫൺ ഈറ്റ് ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ. ഒരിക്കലും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കരുത്, മൂടി വെച്ചിരിക്കുന്ന ഭക്ഷണമേ കഴിക്കാവൂ. അപ്പോൾ ഇതിന്റെ തെറ്റുത്തരം ഓപ്ഷൻ ഡി 1 and 4. Question number 5. Given below is the board exhibited in the biodiversity park. Water the plants every day. ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് തന്നിരിക്കുന്നത്. വാട്ടർ ദ പ്ലാന്റ്സ് എവറി ഡേ. എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ ജലത്തിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. ആൻസർ നോക്കാം. 1. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ജലം സഹായിക്കും. 2. ഫോർ ഫോട്ടോസിന്തസിസ്.
ആഹാരം നിർമ്മിക്കാൻ ജലം ആവശ്യമാണ്. 3. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. സസ്യത്തിന്റെ ശരീരഘടന ഉറപ്പോടെയും നിവർന്നും നിലനിർത്താൻ ജലം സഹായിക്കും. എളുപ്പമുള്ള ഏതെങ്കിലും 3 പോയിന്റ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബി. Write 2 instances in daily life where the property of water is used. Write 2 instances in daily life where the property of water is used. ദൈനംദിന ജീവിതത്തിൽ ജലത്തിന്റെ ഗുണവിശേഷതകൾ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഉപയോഗിക്കുന്ന 2 പ്രധാന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: വാഷിംഗ് ക്ലോത്ത്സ്. വാഷിംഗ് ക്ലോത്ത്സ്. Water dissolve dirt and other substances. Water dissolve dirt and other substances. വസ്ത്രങ്ങൾ കഴുകാൻ വെള്ളം ഉപയോഗിക്കുന്നു, കാരണം വെള്ളത്തിന് അഴുക്ക് അലിയിക്കാനുള്ള കഴിവുണ്ട്. വെള്ളത്തിന് അഴുക്ക് അലിയിക്കാനുള്ള കഴിവുണ്ട്. 2. ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടർ. വാട്ടർ ഡിസോൾവ്സ് മിനറൽസ് ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ലൈഫ് പ്രോസസ്. വാട്ടർ ഡിസോൾവ്സ് മിനറൽസ് ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ലൈഫ് പ്രോസസ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്നു, കാരണം വെള്ളം ശരീരത്തിലെ ജീവപ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ സി. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും റീസണും വായിച്ച് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഏതാണ് ശരിയെന്ന് ടിക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സോക്ക് സീഡ്സ് ഇൻ വാട്ടർ. Soak seeds in water is a way to choose good seeds. Soak seeds in water is a way to choose good seeds. Reason: damaged seeds float on water. Damaged seeds float on water. ഇതിന്റെ മലയാളം മീനിങ്: നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു മാർഗമാണ് വിത്തുകൾ വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. കേടായ വിത്തുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇതാണ് ഇതിന്റെ മലയാളം മീനിങ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും ശരിയാണ്. നല്ല വിത്തുകൾക്ക് ഭാരം കൂടുതലായതിനാൽ അവ വെള്ളത്തിൽ താഴേക്ക് പോകും. കേടായതോ ഉള്ളു കുറഞ്ഞതോ ആയ വിത്തുകൾ ഭാരം കുറവായതിനാൽ അവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതിനാൽ വെള്ളത്തിൽ മുക്കി വെച്ച് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The materials brought by the students to the class for preparing various solutions are given below. The materials brought by the students to the class for preparing various solutions are given below. Sugar, salt, vinegar, jackfruit, gum, paint, soap powder, baking soda, kerosene, water, coconut oil, potassium permanganate. Question A. Many of these are soluble while some are solvent. Find out and write 3 solutions prepared by 3 different solvents. Prepare a table including the solute and solvent in all solutions. തന്നിരിക്കുന്ന ബോക്സിൽ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. ഇത് ഉപയോഗിച്ച് 3 സൊല്യൂഷൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഒരു സൊല്യൂഷൻ, എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ് എന്നൊന്ന് വിശദീകരിക്കാം. ശ്രദ്ധിക്കുക. സൊല്യൂഷൻ. A solution is a mixture in which a substance dissolves completely in another substance. A solution is a mixture in which a substance dissolves completely in another substance. ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിൽ പൂർണ്ണമായി ലയിച്ചുണ്ടാകുന്ന മിശ്രിതമാണ് സൊല്യൂഷൻ. ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിൽ പൂർണ്ണമായി ലയിച്ചുണ്ടാകുന്ന മിശ്രിതമാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി. Solvent. The substance that dissolves another substance is called a solvent. A substance that dissolves another substance is called a solvent. മറ്റൊരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്ന പദാർത്ഥമാണ് ലായകം. മറ്റൊരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്ന പദാർത്ഥമാണ് ലായകം അല്ലെങ്കിൽ സോൾവെന്റ്. ഇനി സൊല്യൂട്ട്. The substance that dissolves in a solvent is called a solute. The substance that dissolves in a solvent is called a solute. സോൾവെന്റിൽ, അതായത് ലായകത്തിൽ ലയിക്കുന്ന പദാർത്ഥമാണ് സൊല്യൂട്ട്. ലായകത്തിൽ ലയിക്കുന്ന പദാർത്ഥമാണ് സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളിലൂടെ ഇത് കൂടുതൽ മനസ്സിലാക്കാം. സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. ഇതിൽ സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. സോൾട്ട് സൊല്യൂട്ടാണ്. സോൾവെന്റ് എന്ന് പറയുന്നത് വെള്ളം, വാട്ടർ ആണ്. സോൾവെന്റ് വാട്ടർ. അപ്പൊ ഈ സോൾട്ടും
വാട്ടറും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സോൾട്ട് വാട്ടർ കിട്ടുന്നത്. അപ്പൊ സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് സൊല്യൂഷൻ. അപ്പം സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഈ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് 3 സൊല്യൂഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തത് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ. ഇതിൽ സൊല്യൂട്ട് ഷുഗറും സോൾവെന്റ് വാട്ടറുമാണ്. ഷുഗറും വാട്ടറും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണ് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ. രണ്ടാമത്തത് പെയിന്റ് സൊല്യൂഷൻ. പെയിന്റ് സൊല്യൂഷൻ. ഇതിൽ സൊല്യൂട്ട് പെയിന്റും സോൾവെന്റ് കെറോസിനുമാണ്. സൊല്യൂട്ട് പെയിന്റും സോൾവെന്റ് കെറോസിനുമാണ്. പെയിന്റും കെറോസിനും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെയിന്റ് സൊല്യൂഷൻ. പെയിന്റ് സൊല്യൂഷൻ. മൂന്നാമത്തത് ജാക്ക് ഫ്രൂട്ട് ഗം മിക്സ്ചർ. ജാക്ക് ഫ്രൂട്ട് ഗം മിക്സ്ചർ. ഇതിലെ സൊല്യൂട്ട് ജാക്ക് ഫ്രൂട്ട് ഗം ആണ്. ജാക്ക് ഫ്രൂട്ട് ഗം ചക്കയുടെ പശയാണ്. സോൾവെന്റ് കോക്കനട്ട് ഓയിൽ. സോൾവെന്റ് കോക്കനട്ട് ഓയിൽ. ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന മിക്സ്ചർ ജാക്ക് ഫ്രൂട്ട് ഗം മിക്സ്ചർ. ജാക്ക് ഫ്രൂട്ട് ഗം മിക്സ്ചർ. ക്വസ്റ്റ്യൻ നമ്പർ ബി. റൈറ്റ് ഡൗൺ ദ സൊല്യൂട്ട് യൂസ്ഡ് ഇൻ സോഡ വാട്ടർ. സോഡ വെള്ളത്തിൽ സൊല്യൂട്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്. സോഡ വെള്ളത്തിൽ സൊല്യൂട്ടുമായി ഉപയോഗിച്ചിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ക്വസ്റ്റ്യൻ നമ്പർ സി. Which of the following situations make use of the solvent property of water? Which of the following situations make use of the solvent property of water? Option 1. Removing ballpoint pen ink with kerosene. 2. Washing clothes. 3. Making soft drinks. 4. Cooking rice by boiling. ഇതിന്റെ ആൻസർ 2 and 3. Washing clothes and making soft drinks. ഇവിടെ വാഷിംഗ് ക്ലോത്ത്സ്, മേക്കിംഗ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ 2 കാര്യങ്ങളിലും വാട്ടർ ഒരു സോൾവെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ 2 and 3 ആർ കറക്റ്റ്. ഈ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നന്നായി പഠിക്കുക. താങ്ക് യു എവ്രിവൺ.